ഞാനിന്നിവിടെ പറയുന്നത് തുടക്കക്കാർക്ക് കാണാൻ പറ്റിയ 5 അനിമികളെ കുറിച്ചാണ്. ഞാനിതിൽ പറയുന്ന അനിമികളെല്ലാം 100-ൽ കൂടുതൽ എപ്പിസോഡുകളും ഉണ്ട്. 5-ാം സ്ഥാനത്ത് വരുന്ന അനിമി ഫെയറി ടെയിൽ. വിസാർഡുകളുള്ള ഒരു ലോകത്തിലാണ് കഥ നടക്കുന്നത്. നട്സു, ലൂസി എന്ന 2 കൂട്ടുകാരുടെ കഥയാണ് ഇത്. മാജിക്കും അതുപോലെ തന്നെ ഫൺഫീൽഡും എൻജോയബിളും ഫാൻറ്റസിയും നിറഞ്ഞ ഒരു അടിപൊളി കഥയാണ് ഈ അനിമിക്കുള്ളത്. 4-ാം സ്ഥാനത്ത് ബ്ലാക്ക് ക്ലോവർ. ബ്ലാക്ക് ക്ലോവറിനെ കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാവരും മാജിക് ഉപയോഗിക്കുന്ന ലോകത്ത് ഒരു മാജിക്കും ഇല്ലാതെ ജനിക്കുന്ന കുട്ടി. അതാണ് നമ്മുടെ കഥയിലെ നായകൻ അസ്ത. അസ്തയുടെ ആഗ്രഹം വിസാർഡ് കിങ് ആവുക എന്നുള്ളതാണ്. അസ്ത അതിലേക്ക് എത്തിയോ ഇല്ലയോ എന്നുള്ളതാണ് കഥ. 3-ാം സ്ഥാനത്ത് മൈ ഹീറോ അക്കാഡമി. ആളുകൾ സൂപ്പർ പവറോടെ ജയിക്കുന്ന ലോകത്ത് സൂപ്പർ പവർ ഇല്ലാതെ ജീവിക്കുന്ന നായകൻ ഇസുഗോ മിഡോരിയ. നായകൻ്റെ ആഗ്രഹം നമ്പർ 1 ഹീറോ ആകണം എന്നുള്ളതാണ്. നായകന് സൂപ്പർ പവർ കിട്ടിയോ, നായകൻ ഹീറോ ആയോ എന്നുള്ളതാണ് ഈ കഥ പറയുന്നത്. 2-ാം സ്ഥാനത്ത് നരൂട്ടോ. നരൂട്ടോയെ കുറിച്ച് പറയുകയാണെങ്കിൽ നരൂട്ടോ നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു നിഞ്ച വേൾഡിലേക്കാണ്. നമ്മുടെ നായകൻ നരൂട്ടോ കുട്ടിക്കാലത്ത് തൻ്റെ ഉള്ളിലെ ഒരു ഡീമൺ കാരണം എല്ലാവരാലും അവഗണിക്കപ്പെടുകയും അങ്ങനെ നായകൻ തന്നെ അംഗീകരിക്കാൻ വേണ്ടി ഹൊക്കാഗെ എന്ന ലീഡർ പദവി നേടിയോ ഇല്ലയോ എന്നുള്ളതാണ് ഈ കഥ. 1-ാം സ്ഥാനത്ത് വൺ പീസ്. വൺ പീസ് നമ്മളെ പൈററ്റ് വേൾഡിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ കഥയിലെ നായകൻ്റെ പേര് മങ്കി ഡി ലൂഫി. ലൂഫിയുടെ ആഗ്രഹം ഒരു പൈററ്റ് കിങ് ആവുക എന്നുള്ളതാണ്. പൈററ്റ് കിങ് ആവാനുള്ള ലൂഫിയുടെ ജേർണി ആണ് നമുക്ക് അനിമയിൽ കാണാൻ പറ്റുന്നത്. വളരെ എൻജോയബിൾ ആയിട്ടുള്ള അഡ്വഞ്ചർ ഫാൻറ്റസി എലമെൻ്റ് എല്ലാം നിറഞ്ഞ ഒരു അനിമയാണ് വൺ പീസ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.